ഹലോ. മോന് കുഞ്ഞൊരു ജലദോഷമുണ്ട്. അപ്പം അവന് ഈ ഇത്തിരി തണുപ്പ് കഴിച്ചു. അപ്പം ഏട്ടൻ ഫ്രൂട്ട്സ് കഴിക്കുന്നതിൻ്റെ തണുപ്പുണ്ടായിരുന്നു, അതിലൊരു പൊട്ട് അവൻ മേടിച്ച് കഴിച്ചു. അങ്ങനെ ജലദോഷമായി. അപ്പോൾ അതിൽ ആവി പിടിക്കാൻ നോക്കുകയാണ്. ഞങ്ങൾക്ക് നാളെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട്. ചെറിയ ഫംഗ്ഷനാണ്. അയ്യോ, വെയിൽ കാരണം ഒന്നും കാണാനില്ല. ഞങ്ങൾ കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുഞ്ഞാവത് മുണ്ടൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷെ മുണ്ടൊക്കെ എവിടെ, പാമ്പർ മാത്രമേ കാണാനുള്ളൂ. മുണ്ടും ജുബയാണ് കേട്ടോ. ഏട്ടനും അതെ. ഇപ്പോൾ സമയമില്ല, ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവരവിടെ നിൽക്കുകയാണ്. അപ്പം കുട്ടി കുട്ടി വീഡിയോസ് കാണാം. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. ഏട്ടൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഏറ്റവും താഴെയുള്ള മകൻ അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഈ ആ ചെക്കൻ്റെ വീട്ടിലുള്ളവരെ ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ചൊരു ചെറിയൊരു ഫുഡൊക്കെ വെച്ച് എല്ലാവരും എന്തിനും, അല്ലാതെ വേറെ ഫംഗ്ഷനായിട്ടൊന്നും ചെറിയൊരു ഫംഗ്ഷൻ പോലെ വെച്ചതായിരുന്നു. അപ്പം നമുക്ക് പോകുമ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നമ്മൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് വിട്ടു. നല്ല ചൂടായിരുന്നു. മോൻ അധികം നേരം അവിടെ ഇരിക്കാനും പറ്റിയില്ല. ചൂട് കാരണം ഒരു ഫാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഹാളിൽ. പക്ഷേ എന്നാലും എല്ലാവരും അതിന് ചുറ്റിപ്പറ്റി ആകെ ഒരു ഫാനല്ലേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അധികം നേരം ഇരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം റോഡ് സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തി. ആദ്യം നിർത്തിയെടുത്ത് എനിക്ക് ഇഷ്ടമായില്ല. അപ്പോഴേക്കും മോൻ ഉറങ്ങി. പിന്നെ കുറച്ച് ദൂരം മോനങ്ങ് ചൂട് കാരണം അവൻ്റെ ഉടുപ്പും ഇതൊക്കെ മാറ്റി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എല്ലാവരും കുട്ടികളൊക്കെ ഫ്രീ ആക്കി അതിൻ്റെ ഉള്ളിൽ വിട്ടു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിക്ക് വന്നപ്പം വേറൊരു കരിമ്പ് ജ്യൂസിൻ്റെ ഇത് കണ്ടു. അവിടെ നിർത്തി ഞങ്ങൾ എല്ലാവരും കരിമ്പ് ജ്യൂസ് കുടിച്ചു. മോനും കൊടുത്തു. മധുരമില്ല ഐസ് ഇല്ലാത്ത പറഞ്ഞാൽ വാങ്ങിച്ചു. എന്നിട്ട് കുഞ്ഞാവയ്ക്ക് അവൻ്റെ കുപ്പിയിലാക്കി കൊടുത്തു. അപ്പോൾ അവനും കുടിച്ചു. ഭംഗിയായി. കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നേരത്തെ പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് പൂമല ഡാം കാണാൻ പോകുന്നത് വെച്ചു. അങ്ങനെ ഞങ്ങൾ പൂമല ഡാമിൻ്റെ അവിടേക്ക് പോയി. അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞാവ കരയാൻ തുടങ്ങി. അപ്പോൾ ഫാസ്റ്റായിട്ട് സംസാരിച്ചിട്ട് വോയിസ് ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണോ. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. കാരണം ഈ ചില ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഞാൻ ശരിക്കും നന്നായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യുക. അല്ലാതെ വീട്ടിൽ നിൽക്കുന്ന വേഷങ്ങൾ കാണാറുള്ളതാണല്ലോ ഞാൻ. മെല്ലെ പോകുമ്പോൾ വീഴാതെ സ്റ്റെപ്പ് കയറാൻ അറിയില്ല കുട്ടിക്ക്. നമ്മൾ പിന്നെ കല്ലുങ്കട്ട വാരി കളിക്കുകയാണ് അല്ലേ പൊന്നാ. ഇവിടെയൊക്കെ വൃത്തിയാക്കുക, വീഴണ്ട. അപ്പോൾ അവിടെ ചെന്നിട്ട് ഏട്ടൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആ ഫോട്ടോസൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും എനിക്ക് ചില സമയത്ത് അങ്ങനെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു എന്തോ ശരിയായില്ല എന്നൊരു തോന്നലാണ്. ഞാൻ ഉദ്ദേശിച്ച ഒരു പോസ് ആയിരിക്കില്ല വരുന്നുണ്ടാവുക. എന്തായാലും അത് കഴിഞ്ഞു. എനിക്കാണെങ്കിൽ സത്യം പറയാൻ എൻ്റെ ഒരു ഫുള്ള് വീഡിയോ നല്ല സ്റ്റൈലായിട്ട് നടക്കണം, വീഡിയോ ഒക്കെ എടുത്തിടണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനോട് എടുത്തു തരാൻ പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഏട്ടൻ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് നോക്കുമ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല വരുന്ന വീഡിയോയിൽ. പിന്നെ ഏട്ടൻ എന്താ ഈ അടുത്തായിട്ട് ഇങ്ങനെ പബ്ലിക്കിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ ഏട്ടന് ഭയങ്കര മടി പോലെക്ക് ഫീൽ ചെയ്യുന്നു. മടി മാത്രമല്ല, അത് എടുത്തു തരാൻ പറയുമ്പോൾ ഏട്ടനാകെ ഒന്ന് അത് ചൂടും ഒക്കെ കൂടി ഏട്ടനാകെ അസ്വസ്ഥനാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഏട്ടൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ എന്നാലും ഞാൻ വാശി പിടിച്ച് ഒന്ന് എടുത്തതായോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തതാ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. ആദ്യകൂട്ടനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ നല്ല സന്തോഷമായി. ചേട്ടന്മാരായിട്ടാണ് വരിക. കാരണം അവർക്ക് നേരത്തെ കല്യാണം കഴിച്ചത് കാരണം, നേരത്തെ മക്കളുണ്ടായ കാരണം കൊണ്ട് ഇവൻ്റെ ചേട്ടന്മാരായിട്ടാണ് വരിക. സ്ഥാനം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അനിയന്മാരായി വരേണ്ടതാണ്. അനിയൻ്റെ മക്കളാണത്. അപ്പോൾ അവരേക്ക് ഭയങ്കര സ്നേഹം. കെട്ടിപ്പിടിക്കണു, അടുത്തിരിക്കണു, ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അപ്പോൾ അവനിവിടെ ആകുമ്പോൾ അധികം കൂട്ടുകാരില്ലല്ലോ. അവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
അങ്ങനെ കുറേ നേരം അതും അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് അവരുടെ കൂടെ നടന്ന് ഓടിക്കളിച്ചു. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും കുറേ സന്തോഷമായി. കുട്ടികളിങ്ങനെ മിങ്കിൾ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് പതുക്കെ വിട്ടു. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു പൂരം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അതും കുറച്ച് കണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ് യു ഓൾ. ടാറ്റ. ഇത് നോക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം, കുറേ നടന്മാരുടെ രൂപത്തിൽ ഇങ്ങനെ പൂരത്തിനുണ്ടാവും അത്രേ. ഞാൻ ആദ്യമായിട്ടാട്ടോ അത് കാണുന്നത്. ബൈ.